ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല രുചികരമായിട്ടുള്ളൊരു വെണ്ടക്കക്കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന എരിവും പൊളിയുമുള്ള ഒരു നല്ലൊരു മസാലക്കറിയാണ്. ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. മുഴുവനുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 10ഓളം ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ചേർക്കാൻ പാടില്ല. സവാള ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. ചെറിയുള്ളിയാണ് ഇതിന് നന്നായി ടേസ്റ്റ് കൂട്ടുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കിനൊരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ഈ ഫ്ലെയിം ഓണാക്കി അതേ പാൻ വെച്ച് തന്നെ നമുക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 6 ചെറിയുള്ളി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഞാൻ 200 ഗ്രാം വെണ്ടയ്ക്കാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അത് നമുക്ക് അതിലേക്കിട്ട് ഒന്ന് നന്നായി വാട്ടിയെടുക്കാം. ആദ്യം വഴറ്റി വെച്ച മസാലയുടെ കൂട്ട് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നമുക്കത് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പുളിയുടെ വെള്ളത്തിലുണ്ട് നമ്മളിത് അരച്ചെടുക്കുന്നത്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെണ്ടക്കയുടെ മിക്സിയിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല കറിയാണ്, നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ വെണ്ടക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.